AKG സെൻറ്ററിനെ മാരാർജി ഭവൻ്റെ ബ്രാഞ്ച് ഓഫീസാക്കിയിട്ട് മാറ്റേണ്ടി വരുമോ? ഇങ്ങനെ ചോദിച്ചത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജിൻഡോ ജോണാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം CPM അഴിച്ചുവിടുന്ന ഒരു വലിയ പ്രചാരണമുണ്ട്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ ഒരു വർഗീയതയുടെ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പം ജിൻഡോൻ്റെ ഒരു കുറിപ്പൊന്ന് വായിക്കാം, ചെറിയൊരു വാക്യം. അതിനെന്താ EMS നമ്പൂതിരിപ്പാടിനാകാമെങ്കിൽ, നായനാർക്കും BS നും ആകാമെങ്കിൽ, പട്ടണത്തിനും ആർഷങ്കനും അച്യുതമേനോനും കരുണാകരനും PKVക്കും CH-നും AK ആൻ്റണിക്കും ഉമ്മൻചാണ്ടിക്കും ആകാമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കുമാകാം. UDF തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാകും. കുഞ്ഞാലിക്കുട്ടി ആയാൽ എന്താണ് കുഴപ്പം? ആകുന്ന ആളുടെ മതം നോക്കി ചാപ്പയടിക്കുന്ന മാർക്സിസ്റ്റ് മനോരോഗത്തിന് അടിയന്തര ചികിത്സ നൽകണം, അല്ലെങ്കിൽ AKG സെൻറ്റർ മാരാർജി ഭവൻ്റെ ബ്രാഞ്ച് ഓഫീസായി മാറും എന്നാണ് ഈ ജിൻഡോ പറയുന്നത്. ശരിക്കും കുഞ്ഞാലിക്കുട്ടി, നമ്മൾ നേരത്തെ നമ്മൾ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിന് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി മുമ്പ് വന്നിട്ടുണ്ട്, CH മുഹമ്മദ് കോയ. കേരളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നത്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ മുണ്ടക്കൈ ദുരന്തത്തിലുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത ഒരു മാതൃക മാത്രം മതി അവരെ വിലയിരുത്താൻ. അവിടെ ജാതി മതം നോക്കിയിട്ടൊന്നല്ല അവിടെ വീട് കൊടുത്തിരിക്കുന്നത്. മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യൻസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. അപ്പം അങ്ങനെ ജാതി മതങ്ങൾക്കപ്പുറം പരിഗണിച്ചിട്ട് അവർക്ക് കൊടുക്കാമെങ്കിൽ, അതേപോലെ ബാക്കി ഇനി 50 വീടുകൾ കൂടി പൂർത്തീകരിക്കുകയാണ്. ഇതുവരെ ഗവൺമെൻറ് പൂർത്തീകരിച്ചില്ല, കോൺഗ്രസും പൂർത്തീകരിച്ചില്ല. ഏറ്റവും പ്രധാനം, ഗവൺമെൻറ് 178 വീടുകൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ താമസയോഗ്യമാക്കി കൊടുത്തിട്ടില്ല. താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അവിടെ വിള്ളലുണ്ടായിരിക്കുകയാണ്. എന്നാൽ മുസ്ലിം ലീഗ് കൊടുത്ത വീട് 1060 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ, എല്ലാം കൊണ്ടും അവർക്ക് ഒരാൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. കൂടാതെ എല്ലാ എക്യുപ്മെൻസും കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്നതിന് ആവശ്യമായ അവർക്ക് എല്ലാ തരത്തിലുള്ള സാധന സാമഗ്രികൾ, കട്ടിലും കിടക്കയും എല്ലാം അടക്കം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാതൃകാപരമായിട്ട് കേരളത്തെ നയിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്ന് മാത്രമല്ല, ഇവിടെ ഒരു വർഗീയ കലാപം ഇല്ലാതെ ഈ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ മുസ്ലിം ലീഗ് നിർണായക പങ്കുവച്ചിട്ടുണ്ട്. നമുക്കറിയാം, 1992-93 കാലത്ത് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയെ കലാപം ഉണ്ടാക്കാതെ സൂക്ഷിക്കുന്നതിൽ ശിഹാബ് തങ്ങൾ വഹിച്ച പങ്ക് നിർണായകമാണ്. മുസ്ലിം ലീഗ് എന്നുള്ള സംഘടന മതേതരവാദികളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ ജാതികളും എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കണം, മനുഷ്യരെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി, പക്വതയോടുകൂടെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേസമയം തീവ്രമായ സംഘടനകൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഒരു മണ്ണാങ്കട്ടിയും ഇവിടെ വേറെ നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാ മുന്നണികളും അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഇപ്പോൾ മറ്റൊരു വസ്തുത നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന ജിൻഡോ ജോൺ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ പിണറായി വിജയനും അതേപോലെ ഭാര്യയും മകളും മകനും എല്ലാം തന്നെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ പ്രധാനപ്പെട്ട ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. അവർ ഏതൊക്കെ വിധത്തിൽ പ്രതികളായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കേസുകളാണ് ഉള്ളത്. നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്മിലൂടെ വന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, അതേപോലെ തന്നെ നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ്, പിന്നെ അതേപോലെ റിവേഴ്സ് ഹവാല തട്ടിപ്പ്, പിന്നെ കരിമണൽ കർത്തയുമായിട്ടുള്ള മകൾ കൃത്യമായി പ്രതിയാണെന്നുള്ള തെളിവുകളുള്ള കോടതി രേഖയുള്ള കേസ്. അങ്ങനെ നിരവധി കേസുകൾ പിണറായി വിജയനെതിരെയും അതേപോലെ ഫാമിലിക്കെതിരെയും ഉണ്ട്. മാത്രമല്ല, പിണറായി വിജയൻ ഇവിടുന്ന് വിഹിത മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം കോടി രൂപയെങ്കിലും വിദേശത്തുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതിൽ 10,000 കോടി രൂപയുടെ തെളിവ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പിണറായി വിജയൻ അതൊക്കെ ആരാ നോക്കുന്നത്? മകനാണ് നോക്കുന്നത്. ഇതൊക്കെ തന്നെ കൃത്യമായൊരു അന്വേഷണത്തിൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമാണ്. അതെന്താണ് കാരണം? ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം വരിക, BJPയെ ഘട്ടം ഘട്ടമായി പിണറായി വിജയനിലൂടെ വളർത്തിയെടുക്കുക, ഇവർ തമ്മിലുള്ള ധാരണ കൊണ്ടുവന്ന് CPM-നെ മെല്ലെ ഒറ്റഘട്ടമല്ല പല ഘട്ടങ്ങളിലായിട്ട് മുറിച്ച് BJPയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭരണം കിട്ടുകയാണെങ്കിൽ, ആർക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ UDF-ന് ഭരണം കിട്ടുകയാണെന്നിരിക്കാം, പിന്നെ നടക്കുന്നത് ഒരു രാസപ്രക്രിയയായിരിക്കും. CPM-ൻ്റെ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാരെ പിടിച്ച് അകത്താക്കും. അപ്പോൾ പിന്നീട് എന്തായാലും CPM അണികൾ മൊത്തത്തിൽ BJPയിലേക്ക് പോകാനുള്ള ഒരു പ്രതിപക്ഷമായി BJP വളരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭത്തിൽ AKG സെൻറ്ററിന് മൊത്തത്തിൽ
ബംഗാളിലും ത്രിപുരയിൽ സംഭവിച്ച പോലെ അവിടെ പാർട്ടി ഓഫീസുകൾ BJP ഓഫീസുകളായി മാറി. അവിടെയുള്ള പാർട്ടി കേഡറുകളടക്കം BJPയിലേക്ക് ചേർന്നു. അതേപോലെ കേരളത്തിലെ CPM-ൻ്റെ അണികൾ, അതിൻ്റെ പാർട്ടി മെമ്പർമാരടക്കമുള്ള ആളുകൾ BJP പോവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയ ആഗ്രഹിക്കുന്ന എത്രയോ CPM-ൻ്റെ ആളുകളുണ്ട്. അതോടൊപ്പം ഈ പിണറായി വിജയൻ കള്ളനാണെന്ന് കൃത്യമായി രേഖാമൂലം വന്നാൽ CPM അണികൾ BJP ഒഴുകിയെന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും AKG സെൻറ്റർ അടക്കം അവിടെയുള്ള ആളുകളടക്കം BJPയിലേക്ക് പോകാം. മാത്രമല്ല CPM-ലെ അഴിമതിക്കാരായ മറ്റുള്ള ആളുകളെല്ലാം അഭയസ്ഥാനമായി ഏതിലേക്ക് പോകും? BJP പോകണം. അവരെവിടെയെങ്കിലും പോയി നിൽക്കണ്ടേ? ഇത്രയും കാലം പിണറായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയ ആളുകളൊന്നും പുറത്തൊന്നും വരാതിരുന്നത്. അതേസമയം പിണറായി വിജയൻ പോയി കഴിഞ്ഞാലോ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താലോ ആരാ രക്ഷിക്കാനുള്ളത്? തീർച്ചയായിട്ടും. അപ്പോൾ ആ രക്ഷിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നേരെ BJP ചേരുക എന്നുള്ളതാണ്. ഇപ്പം ഈ പിണറായി വിരുദ്ധരുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല വലിയൊരു ശതമാനം BJPക്കാരും ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ആ BJP വോട്ടുകൾ, ആ ഹിന്ദു വോട്ടുകൾ ഇക്കുറി കോൺഗ്രസ്സിന് ലഭിക്കുമോ? അല്ല, BJPയിൽ നിന്നും CPM നിന്നും ഒരു വലിയ ശതമാനം ആളുകൾ കോൺഗ്രസ്സിനും UDF-നും വോട്ട് ചെയ്തു എന്നുള്ളത് ഇത്തവണ സത്യമാണ്. നമ്മൾ കാണാത്തത്ര ഒഴുക്ക്, നമ്മൾ പറയുന്ന എക്സിറ്റ് പോളിലുള്ള ഫലങ്ങളല്ല ശരിക്കും വരാൻ പോണത്. ചിലപ്പോൾ 140 മണ്ഡലങ്ങളിലും UDF വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെയുള്ള വികാരം എന്താണ്? BJPയിലെയും CPM-ലെയും അണികൾക്കടക്കം പിണറായി വിജയനെതിരെയുള്ള ഒരു സമീപനമാണുള്ളത്. അവരേറ്റവും ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ മാറണമെന്നാണ്. അതിനാരാണ് വരാൻ സാധ്യതയുള്ളത്? UDF ആണ്. UDF വരാൻ സാധ്യതയുള്ള സമയത്ത് എങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ഇവിടെ മുന്നേറിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ലോക്സഭാ ഇലക്ഷനിൽ UDF-ന് 18 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഭരിക്കാൻ അവസരം കിട്ടാൻ പോണത് UDF ആണ്. അപ്പോൾ CPM-ൻ്റെ അണികൾ അതേപോലെ BJP അണികൾ കാണുന്നത് വരാൻ പോകുന്നവരാണ്, അപ്പോൾ ഇവരൊക്കെ വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് UDF-നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം UDF-ന് നമ്മുടെ 140 മണ്ഡലങ്ങളിലും ഈവൻ പിണറായി പോലും പരാജയപ്പെട്ടാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നല്ല യഥാർത്ഥ ഫലങ്ങൾ. അത് ആപ്പാടെ കുറച്ച് ആളുകളുടെ മാത്രം കണക്കെടുത്തുള്ള കണക്കാണ് ഇപ്പോൾ വരുന്നത്. മൊത്തത്തിൽ 10,000-20,000 പേരാണ് ഈ മൊത്തം ജനസംഖ്യയുടെ ആനുപാതികമായിട്ട് അവർ കണക്കെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 20,000 അല്ലല്ലോ ജനം. പല എക്സിറ്റ് പോളുകളും പല അട്ടിമറികളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ LDF എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രതിപക്ഷം പിന്നെ ആരാണ് ഉണ്ടാവുന്നത്? പിണറായി വിജയനെ ആർക്കും വേണ്ട, BJPക്കും വേണ്ട. BJP പിടിച്ച് അകത്താക്കും. അതോടൊപ്പം CPM-ലെ ഇത്തരം ആളുകൾ അങ്ങോട്ട് പോകും. കോൺഗ്രസിനോട് എതിർപ്പുള്ള ആര് എങ്ങോട്ട് പോകും? നേരെ പിന്നെ BJPയിലേക്ക് പോകും. കോൺഗ്രസിനോട് എതിർപ്പുള്ള ആളുകൾ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും. CPM-ൻ്റെ സാധാരണ ധാരാളം ആളുകൾ കോൺഗ്രസിന് എതിർപ്പുള്ള ആളുകളുണ്ട്. അവരെന്ത് ചെയ്യും? അടുത്ത അഭയസ്ഥാനം പോകും. പ്രത്യേകിച്ച് കള്ളന്മാരായ ധാരാളം ആളുകൾ, നേതാക്കന്മാർ, കട്ടുപിടിച്ചുള്ള ആൾക്കാർ ഈ കേരളത്തിൽ. ഇപ്പോൾ AK ബാലനെ പോലുള്ള വലിയ മുതിർന്ന CPM നേതാക്കൾ അടക്കമാണ് ഈ വർഗീയ പ്രചരണം അഴിച്ചുവിടുന്നതിൽ മുൻപന്തിയിലുള്ളത്. അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരം ജമായത്ത് കൊണ്ടുപോകും, മുസ്ലിങ്ങളുടെ ഭരണമായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത്, അതിൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും എന്നൊക്കെ രീതിയിലാണ് BJPയും CPM ഒക്കെ പ്രചരണം. അതായത് അവരുടെ അനുഭാവികൾ, BJP നേതാക്കളല്ല, അനുഭാവികളൊക്കെ പ്രചരണം നടത്തുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, എൻ ബ്ലോക്കായിട്ട് ഇത്തവണ മുസ്ലിങ്ങളുടെ വലിയ വോട്ട് കോൺഗ്രസ്സിന് UDF-നാണ് പോവുക, അതിലൊരു സംശയമില്ല. ഇതേ രീതിയിൽ ഹിന്ദുക്കളെ ഏകീകരിക്കാൻ UDF-ന് പറ്റുന്നില്ലല്ലോ, അതൊരു പരാജയമല്ലേ, പോരായ്മയല്ലേ? അതായത് ഹിന്ദുക്കളെ ഏകീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ശബരിമല സ്വർണ്ണക്കള്ള വഴി ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷം വോട്ടും UDF-ലേക്ക് തന്നെയാണ് പോകുന്നത്. CPM-ന് പോവില്ലല്ലോ. ഈഴവരാണല്ലോ ഈ CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈഴവ വോട്ടുകളടക്കം അതേപോലെ വിശ്വാസികളടക്കം UDF-ലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത്. കാരണം UDF ആണ് ഈ LDF-നെ, പിണറായി വിജയനെ തകർക്കാൻ പറ്റുന്ന ശക്തി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് വലിയ എൻബ്ലോക്കായിട്ട് പോയിട്ടുണ്ട്. മറ്റേത് ഓട്ടോമാറ്റിക് അവർക്ക് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് പോകുന്നതാണെങ്കിൽ, ഇത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ അവിടെല്ലോ മറച്ചു കുത്തുന്നത്, അല്ലാതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലല്ലോ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടുള്ള ആൾക്കാർ. അവരെ വിശ്വാസത്തെയല്ലേ തകർത്തത്, അവരെ ആരാധനാലയത്തിലെ കൊള്ളയടിച്ചത്.
അതിൻ്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പല ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇന്നലെ ഞാൻ കേട്ട കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. നമ്മൾ കേരളം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ ഈ ശബരിമല കൊള്ള എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചതിന് അവർ ശബരിമല കൊള്ള തീർച്ചയായും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ CPM കാരനാണ്, പക്ഷേ ഞാൻ പിണറായി വിജയന് വീണ്ടും വരാൻ വേണ്ടി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ എത്ര പേരുണ്ട് നമുക്ക്? അതിന് കാരണം എന്താ? അവർ പറയുന്നത് ശബരിമല കൊള്ളയാണ്. ഏറ്റവും പ്രധാനമായി പറഞ്ഞുള്ളത് ശബരിമല കൊള്ളയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ശബരിമല കൊള്ളയിലൂടെ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം ഉണ്ടാകുന്നല്ലേ? ശബരിമല കൊള്ളയിലൂടെ ഹിന്ദുക്കൾക്കാണല്ലോ ഏറ്റവും അധികം മുറിവേറ്റിട്ടുള്ളത്. ഹിന്ദുക്കളുടെ വിശ്വാസ കേന്ദ്രത്തിനല്ലേ തകർത്തത്, അവിടെയല്ലേ കൊള്ളയടിച്ചത്. കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അവിടുത്തെ അയ്യപ്പനെ അടക്കം അടിച്ചുകൊണ്ട് എന്നുള്ള രൂപത്തിലല്ലേ കാര്യങ്ങൾ കിടക്കുന്നത്. അയ്യപ്പ വിഗ്രഹങ്ങളടക്കം പല വിഗ്രഹങ്ങൾ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയില്ലേ? അത് ചെറിയ കാര്യമാണോ? എത്ര ലക്ഷക്കണക്കിന് ശബരിമല വിശ്വാസികൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. ഏറ്റവും വിശ്വാസികളുള്ളത് എന്ന് പറഞ്ഞാൽ ശബരിമലയിലാണ്. ആ വിശ്വാസികൾക്കൊക്കെ തന്നെ വളരെ ശക്തമായ രൂപത്തിൽ പിണറായി വിരുദ്ധ നിലപാടിലേക്ക് പോയിട്ടുണ്ട്. അത് CPMന്റെ അണികളാണ് ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് പോകണമെന്ന് അറിയാമോ? അപ്പം അത്തരം ആളുകളൊക്കെ തന്നെ, സാധാരണ ഹിന്ദു വിശ്വാസികളൊക്കെ തന്നെ പിണറായി വിജയനോട് വല്ലാത്ത എതിർപ്പ്, അറപ്പും വെറുപ്പുമാണുള്ളത്, ദേഷ്യമാണുള്ളത്. അത് വോട്ടിലൂടെ പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് UDFന് ഗുണം ചെയ്യുന്നത്. എൻ ബ്ലോക്കായിട്ട് ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് കിട്ടുന്നു എന്ന് പറയുന്നത് അതിന് കാരണക്കാരൻ ആരാണ്? പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് പല പ്രസ്താവനകൾ ഇറക്കിപ്പിച്ചിട്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറത്ത് പോയിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അവിടെ ഹിന്ദുക്കൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടത്തിയ പ്രസ്താവനകൾ. പിണറായി വിജയൻ തന്നെ ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് കൊടുത്ത ലേഖനം, ഇൻ്റർവ്യൂ, അതിൽ പറഞ്ഞിരിക്കുന്നത് മലപ്പുറം കള്ള നോട്ടിൻ്റെയും അതേപോലെ വ്യാപകമായ രൂപത്തിൽ കള്ളക്കടത്തിൻ്റെയൊക്കെ സെൻറ്ററായി വ്യാപകമായി മാഫിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നാണ് മലപ്പുറത്തെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അത് വലിയ തോതിൽ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഒറ്റക്കെട്ടായിട്ട് UDFിലേക്ക്. അതിന് കാരണക്കാരൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടന്നു മാത്രമല്ല, അദ്ദേഹം ശബരിമല ഇതിന് പോയപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പോയാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറിലാണ് ഈ വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയിട്ടുള്ളത്. ആ ഇത് കൂടെ തന്നെ ഒരു മെസ്സേജാണ്. അതിലൂടെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി UDFിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോള് പറയുന്ന കണക്കുകൾ പ്രകാരം എവിടെയും 0 പറയുന്നില്ല. 3 തൊട്ടിട്ട് 14 സീറ്റ് വരെയൊക്കെ ലഭിക്കുന്നൊക്കെയാണ് BJPക്ക്. അപ്പോൾ ഒരു വലിയൊരു ഹിന്ദു ഏകീകരണം എവിടത്തേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വർഗീയ പ്രചരണം UDFിനെതിരെ ഉണ്ടാകുന്നതിൽ ഒരു കാരണമുണ്ട്. അത് VD സതീശൻ നടത്തിയിട്ടുള്ള ഒരു പോരായ്മയാണെന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം ജമാഅത്തിയെ പരസ്യമായി പിന്തുണച്ചു. ജമാഅത്തി മതരാഷ്ട്രവാദമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചതാണ്, ഇപ്പം അവർ പുതിയ പാതയിലാണെന്നൊക്കെയുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ ജമാഅത്തുമായിട്ടല്ല ഒരു ബന്ധം. ജമാഅത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടി പൊതുവേ മതേതര നിലപാടെടുത്തുകൊണ്ടുള്ള സമീപനങ്ങളാണ് കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സംഘടനയുമായിട്ടാണ് ബന്ധമുള്ളത്. ജമാഅത്തുമായി ബന്ധമുണ്ടാക്കിയത് പിണറായി വിജയനാണ്. അതിൻ്റെ അമീറുമായിട്ട് AKG സെൻറ്ററിൽ നടത്തിയ സംഭാഷണം എനിക്കറിയാം. അമീറുമായിട്ട് ഞാൻ നല്ല ബന്ധമുള്ള ആളാണ്, മാന്യനായ ഒരാളാണ്. അപ്പോൾ ഈ ജമാഅത്തിൻ്റെ പത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം, മീഡിയ വണൊക്കെ. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ രാഷ്ട്രീയ സംഘടന ഈ രാഷ്ട്രീയത്തിനുപരി എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ സംഘടന മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ VD സതീശൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന കാര്യം പ്രയാസമാണ്. കാരണം അത് പാലക്കാടും അതേപോലെ നിലമ്പൂരിൽ നടന്ന ഇലക്ഷനിൽ അവരുടെ പിന്തുണ പരസ്യമായി തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് VD സതീശൻ. അപ്പോൾ അതിൽ വർഗീയത വേണമെങ്കിൽ പറയാം, പക്ഷെ വർഗീയത്തിലുപരി മുമ്പ് അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടിയിട്ടുള്ള ആരാണ്? പിണറായി വിജയനാണ്. നേരിട്ട് പരസ്യമായിട്ട് അവർ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെ കയ്യിൽ വരാതിരിക്കുമ്പോൾ മറ്റോ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് വർഗീയതയെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം. തീർച്ചയായിട്ടും. എന്തായാലും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നാണ് വലിയൊരു ജനവികാരം കാണിച്ചിരുന്നത്. എക്സിറ്റ് പോളും അത് തന്നെയാണ് കാണിച്ചിരുന്നത്. മുസ്ലിം ലീഗും അതിനൊപ്പം നിൽക്കുകയാണ്. ഇപ്പം അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും പറയുന്നു, ജനവികാരം കണക്കിലെടുത്തിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അത് നിലവിലുള്ളത് VD സതീശനൊപ്പമാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗ് VD സതീശനൊപ്പമാണ് എന്നിപ്പം ലീഗ് പറയുകയാണ്. അതായത് 28% ആളുകൾ VD സതീശനെ പിന്തുണയ്ക്കുമ്പോൾ
ഏറ്റവും താഴേക്കുള്ള ആളുകളാണ് പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ. രമേശ് ചെന്നിത്തലയ്ക്ക് 4% പിന്തുണയുള്ളൂ എന്ന് പറയുന്നൊരു വളരെ ഞെട്ടിക്കുന്ന അവസ്ഥയാണ്. 3% ഉള്ളൂ ആർക്ക്, നമ്മുടെ KC വേണുഗോപാലൻ എന്ന് പറയുന്നൊരു വസ്തുതയാണ് വന്നിരിക്കുന്നത്. 5.5% മേലെ ആർക്കുണ്ട്, നമ്മുടെ തരൂരിനുണ്ട്. അപ്പം കോൺഗ്രസിനുള്ളിൽ ബാക്കി എല്ലാവരും കൂടെ കൊട്ടിക്കഴിഞ്ഞാൽ VD സതീശൻ ഏറെ മുന്നിലാണ്. മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ പിണറായി വിജയനേക്കാൾ മൊത്തത്തിൽ പിന്തുണ ആർക്കുണ്ട്, UDFൻ്റെ ആൾക്കാർക്കുണ്ട്. പിണറായി വിജയന് 33% പറയുന്നത്. VD സതീശൻ 29%, 28%ക്കാണ് എക്സിറ്റ് പോൾ സർവേയിൽ വന്നത്, 27%ക്കാണ് വന്നിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ തന്നെ ഏറ്റവും താഴേക്ക് പോയിരിക്കുന്നു. 9% രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അപ്പം ആ കണക്കിൽ നോക്കുമ്പോൾ ഇവിടെ VD സതീശൻ തന്നെയാണ് ജനപിന്തുണയുള്ള UDF നേതാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ പിന്തുണയും VD സതീശൻ വരുന്നു. ഇത് പരസ്യമായിട്ട് തന്നെ ഈ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നപ്പോൾ VD സതീശൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് വരുന്നു. അത് ലീഗ് പിന്തുണയ്ക്കുന്നത് ജനപിന്തുണയാണെന്ന് പറയുമ്പോൾ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് നമുക്ക് കണക്കൂട്ടാം. എന്തായാലും നമുക്ക് ഭാവിയിലെ AKG സെൻറ്റർ മാരാർജി ഭവനായിട്ട് മാറിത്തീരുമെന്ന് കാത്തിരുന്ന് കാണാം. ഒരിക്കലും അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ബംഗാളിലും ത്രിപുരയിലൊക്കെ നടന്ന സംഭവം നോക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാം. 2, പിണറായി വിജയൻ്റെ കേസുകൾ അതിനൊരു കാരണമായി തരാം. അവർ തന്നെ പറയുകയാണ് AKG സെൻറ്റർ ഞങ്ങൾ മാരാർജി ഭവനാക്കുകയാണെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, ഞങ്ങളോട് എന്താ വേണ്ടത്, ഞങ്ങൾ പാർട്ടി അടക്കം BJP ചേരാമെന്നൊരു പ്രസ്താവന ഇറക്കി അദ്ദേഹം ഇപ്പം തന്നെ ചേരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്തും ചെയ്യുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് മകൻ എല്ലാവരും കൂടി ജയിലിൽ പോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത്രയും സുവ്യക്തമായ തെളിവുകളാണ് കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിൻ്റെ കൈവശമുള്ളത് എന്നുള്ളത്. നമുക്ക് ലാവ്ലിൻ കേസിൻ്റെ ആളാണല്ലോ ഞാൻ, എനിക്കറിയാലോ.